ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മോഷൻ 9ാം ക്ലാസ്സിൽ മോഷൻ എന്നുള്ള ചാപ്റ്ററിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനകത്ത് നമ്മൾ കുറേ ടോപ്പിക്സ് കവർ ചെയ്തു. ഇന്ന് ആ വീഡിയോയുടെ കണ്ടിന്യൂഷനായിട്ട് 2 ടോപ്പിക് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റിയും ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് മോഷൻ. ഈ 2 ടോപ്പിക്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. അതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്താണ് ഇവിടെ റിമെമ്പർ ചെയ്താൽ മാത്രമേ നമുക്ക് ഇവിടുത്തെ പ്രോബ്ലംസും ഇവിടുത്തെ കൺസെപ്റ്റ്സും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് എന്താണ് മോഷൻ എന്ന് പറഞ്ഞിരുന്നു. എന്താണ് മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ചേഞ്ച്, അതിനെയാണ് എന്തെന്ന് പറഞ്ഞാൽ മോഷൻ എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു ടൈമിനനുസരിച്ച് ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ആ ഒബ്ജക്റ്റ് എന്തിനാണെന്ന് പറയാം, മോഷനിലാണെന്ന് പറയാം. അപ്പോൾ ആ മോഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ കുറച്ച് ടേംസ് പഠിച്ചു. ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സലറേഷൻ, ആവറേജ് സ്പീഡ്, ആവറേജ് വെലോസിറ്റി, ഇങ്ങനെ കുറച്ച് ടേംസ് പഠിച്ചു. ആ ടൈംസ് എല്ലാം നമുക്ക് എന്തായിരിക്കണം, ഓർമ്മ ഉണ്ടായിരിക്കണം. അപ്പോൾ ആ മോഷനകത്ത് നമ്മൾ ഫസ്റ്റ് പഠിച്ച ടൈം ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ ടൈംസ് ഒക്കെ നമുക്ക് ഒന്നുകൂടി റിമെമ്പർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മോഷൻ ലോങ് സ്ട്രേറ്റ് ലൈൻ പഠിച്ചില്ലേ, അതിലൊരു എക്സാമ്പിൾ ഉപയോഗിച്ച് നമ്മൾ ഈ ടൈംസ് എല്ലാം ഒന്നുകൂടി ഡിസ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് എന്താണ് ഒരു സ്ട്രേറ്റ് ലൈൻ മോഷനിലാണ്. അതിന് ഇനിഷ്യൽ പൊസിഷൻ ഓയും ഫൈനൽ പൊസിഷൻ എയും എടുക്കുക. അങ്ങനെയാണെങ്കിൽ മീറ്റേഴ്സിൽ എടുക്കാം. ഇനി ആ ഒബ്ജക്റ്റ് ഓയിൽ നിന്ന് എ വരെ ട്രാവൽ ചെയ്തു, തിരിച്ച് ബി, അതായത് ഈ പൊസിഷനിൽ എത്തിയെന്ന് വിചാരിക്കുക. എങ്കിൽ ഈ മോഷനെ ഡിസ്ക്രൈബ് ചെയ്യാൻ നമ്മൾ കുറച്ച് ടൈംസ് പഠിച്ചു. അതിൽ ഒന്നാമത്തെ ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് എന്താണെന്ന് ഓർമ്മയുണ്ടോ? ടോട്ടൽ പാത്ത് ലെങ്ത് കവേർഡ്, അതായത് ഒരു ഒബ്ജക്റ്റ് സഞ്ചരിച്ച ടോട്ടൽ ദൂരം, അതാണ് എന്തെന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒബ്ജക്റ്റ് ഓയിൽ നിന്ന് ജേർണി സ്റ്റാർട്ട് ചെയ്തു, എയിലെത്തി, എയിൽ നിന്ന് തിരിച്ച് ബിയിലെത്തി. അപ്പോൾ O to A എത്രയാണ് ഡിസ്റ്റൻസ്? 20 പ്ലസ് A to B എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു? 10 മീറ്റേഴ്സ്. അപ്പോൾ എത്രയാണ്? 30 മീറ്റേഴ്സ് ആണ് എന്ത് ആ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ആ പേഴ്സൺ സഞ്ചരിച്ച ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. അടുത്ത ടൈം നമ്മൾ പഠിച്ചു ഡിസ്പ്ലേസ്മെന്റ്. എന്താണ് ഡിസ്പ്ലേസ്മെന്റ്? ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് എന്ത് അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ. ഇനിഷ്യൽ പൊസിഷൻ ഓയും ഫൈനൽ പൊസിഷൻ ബി, കാരണം ഓയിൽ നിന്ന് എയിലെത്തി തിരിച്ച് ബിയിലെത്തി. അപ്പൊ ബി ആണ് എന്താ അതിന്റെ ഫൈനൽ പൊസിഷൻ. അപ്പൊ എത്രയാണ് ടോട്ടൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 10 മീറ്റേഴ്സ് ആണ് എന്ത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ. അടുത്തിടെ നമ്മൾ പഠിച്ചു ആവറേജ് സ്പീഡ്. ആവറേജ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ പറഞ്ഞെന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ് സഞ്ചരിച്ചത് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 30 മീറ്റേഴ്സ്. അതിന് ഈ ടൈം നമുക്ക് 5 മിനിറ്റ് എന്ന് അസ്യൂം ചെയ്യാം. എങ്കിൽ 5 × 60 എന്താണ്, ഇത് മീറ്ററിലാണ്. അപ്പോൾ ഇത് നമ്മൾ സെക്കൻഡ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. അപ്പം ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്, അത്രയും മീറ്റർ പെർ സെക്കൻഡ്. അതാണ് എന്ത് ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ. അടുത്തത് ആവറേജ് വെലോസിറ്റി. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ടേക്കൺ. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ടേക്കൺ. ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 10/5 × 60. എടുത്ത ടൈം 5 എന്താണ്, ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്യുന്നില്ലല്ലോ, ആവറേജ് സ്പീഡിനായാലും വെലോസിറ്റിക്കായാലും. അപ്പോൾ 5 × 60 തന്നെയാണ്. ഇത് അത്രയും മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് അതിന്റെ ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ. മോഷൻ നമ്മൾ പറഞ്ഞു, മോഷനിലെ കുറച്ച് ടൈംസ് പറഞ്ഞു. ഇനി മോഷനെ നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്ത് പറഞ്ഞായിരുന്നു, യൂണിഫോം മോഷനും നോൺ യൂണിഫോം മോഷനും. എന്തായിരുന്നു യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുകയാണെങ്കിൽ ആ ഒബ്ജക്റ്റ് എന്താണെന്ന് പറയാം, യൂണിഫോം മോഷനിലാണെന്ന് പറയാം. അതായത് ആദ്യത്തെ 5 സെക്കൻഡിൽ അത് 5 മീറ്റർ കവർ ചെയ്തു, നെക്സ്റ്റ് 5 സെക്കൻഡിൽ എന്തായിരിക്കണം, അത് 5 മീറ്റർ ആയിരിക്കും കവർ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ആ ഒബ്ജക്റ്റ് എന്തിലാന്ന് പറയാം, യൂണിഫോം മോഷനിലാണെന്ന് പറയാം. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്തായിരിക്കും, നോൺ യൂണിഫോം മോഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ കുറേ ടൈംസ് പഠിച്ചു. ഇനി അടുത്ത ടോപ്പിക്ക് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. ആദ്യം നമ്മൾ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ടേക്കൺ. ഇനി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി, വെലോസിറ്റിയുടെ ചേഞ്ചിനെ വിത്ത് റെസ്പെക്ട് ടു ടൈം, അതിനെയാണ് നമ്മൾ എന്താ പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. ഇതിനൊരു ടൈം നമ്മൾ പറയും ആക്സിലറേഷൻ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ് എന്ത് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പം ഒരു യൂണിഫോം മോഷനിലിരിക്കുന്ന വസ്തുവാണെന്ന് വിചാരിക്കുക. എങ്കിൽ അത് ഈക്വൽ ഇന്റർവെല്ലിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ ഒബ്ജക്റ്റ് എന്താണ്, യൂണിഫോം വെലോസിറ്റിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ യൂണിഫോം വെലോസിറ്റിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന് എന്തായിരിക്കും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്തായിരിക്കും, 0 ആയിരിക്കും. അതായത് എന്തില്ല, ആക്സലറേഷൻ ഇല്ല. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയുടെ ഡിഫറൻസ് ബൈ ടൈം, അതാണ് എന്ത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ.
അപ്പോൾ ഒരു യൂണിഫോം മോഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒബ്ജക്റ്റിന് എന്തുണ്ടായിരിക്കില്ല, വെലോസിറ്റി ചേഞ്ച് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ആക്സിലറേഷൻ എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ അതെന്താണ്, നോൺ ആക്സിലറേറ്റഡ് മോഷൻ എന്ന് പറയാം, നോൺ ആക്സിലറേറ്റഡ് മോഷൻ. ഇനി വേറൊരു കേസ് എടുക്കുക, നോൺ യൂണിഫോം മോഷൻ, അതായത് വെലോസിറ്റിയുടെ ചേഞ്ച് എന്താണല്ല, വെലോസിറ്റിയുടെ ചേഞ്ച് ഉണ്ട്, അതായത് വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമല്ല. ആ കേസിൽ എന്താണ്, വെലോസിറ്റി ചേഞ്ച് ഡിവൈഡ് ബൈ ടൈം ചെയ്യുമ്പോൾ നമുക്കൊരു ടൈം കിട്ടും, ഒരു വാല്യൂ കിട്ടും. അതിനെയാണ് എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ആ മോഷനെ പറയുന്ന പേരാണ് ആക്സിലറേറ്റഡ് മോഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആക്സിലറേഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ആക്സിലറേഷൻ്റെ ഡെഫിനിഷൻ നമുക്ക് എന്ത് എഴുതാം, ആക്സിലറേഷൻ ഞാൻ എ വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. നമ്മൾ വെലോസിറ്റിനെ ഡിനോട്ട് ചെയ്തത് ഇനിഷ്യൽ വെലോസിറ്റിനെ യു എന്നും ഫൈനൽ വെലോസിറ്റിനെ വി എന്നും ഡിനോട്ട് ചെയ്തു. അതുപോലെ ആക്സിലറേഷനെ ഞാൻ എന്ത് ചെയ്തു, എ എന്ന് ഡിനോട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. ഇനിഷ്യൽ വെലോസിറ്റി യു എന്നും ഫൈനൽ വെലോസിറ്റി വി എന്നും എടുത്താൽ ഡിഫറൻസ് എന്തായിരിക്കും, വി മൈനസ് യു. ഫൈനൽ വെലോസിറ്റി ഡിഫറൻസ് ഇനിഷ്യൽ വെലോസിറ്റി ബൈ ടൈം, അതാണ് എന്ത്, ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈമിനെ പറയുന്ന പേരാണ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞത്, ആക്സിലറേഷൻ. ഇനി ഒരു ആക്സിലറേറ്റഡ് മോഷനും നോൺ ആക്സിലറേറ്റഡ് മോഷനും എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോൺ ആക്സിലറേറ്റഡ് മോഷൻ പറയാം. നമ്മൾ ഡെയിലി കാണുന്നത് കൂടുതൽ എന്തായിരിക്കും, നോൺ ആക്സിലറേറ്റഡ് മോഷൻസ് ആയിരിക്കും. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ പോയിക്കൊണ്ടിരിക്കുന്ന കാർ, അതിൻ്റെ വെലോസിറ്റി എപ്പോഴും എന്തായിരിക്കും, നമുക്ക് കോൺസ്റ്റന്റ് എന്ന് പറയാൻ പറ്റില്ല. എപ്പോഴും ഒരാൾ ഒരേ സ്പീഡിൽ ഒരേ വെലോസിറ്റിയിൽ ഓടിക്കണമെന്നില്ലല്ലോ. അപ്പോൾ വെലോസിറ്റി ചേഞ്ച് ചെയ്യും. അപ്പോൾ ഒരു ഇന്റർവെല്ലിൽ അതിന് ഉണ്ടായിരിക്കുന്ന വെലോസിറ്റി ഇല്ല, നെക്സ്റ്റ് ഇന്റർവെല്ലിൽ അതിനുണ്ടായിരിക്കുന്ന വെലോസിറ്റി. അപ്പോൾ എന്തായിരിക്കും, അത് ആക്സിലറേറ്റഡ് മോഷൻ എന്ന് പറയാം. ഇനി നോൺ ആക്സിലറേറ്റഡ് മോഷൻ എന്ന് പറയാം. ഇനി ഒരു ആക്സിലറേറ്റഡ് മോഷൻ എക്സാമ്പിൾ ഏതായിരിക്കാം, ഒരു ഫ്രീലി ഫോളിംഗ് ബോഡി, അവിടെ ഉണ്ടാകുന്ന ഒരേ ഒരു ഫോഴ്സ് എന്താണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അതായത് ഇടയ്ക്കിടയ്ക്ക് വന്ന് അതിന്റെ വെലോസിറ്റിയോ സ്പീഡോ ഒന്നും ചേഞ്ച് ചെയ്യാൻ എന്തില്ല, വേറൊരു ഫോഴ്സ് ഇല്ല. അപ്പോഴത്തേക്കും ഒരു ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ മോഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ആക്സിലറേറ്റഡ് മോഷൻ, യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ ആയിരിക്കും ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ. അപ്പോൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ യൂണിഫോം ആക്സിലറേറ്റഡിന് ഫ്രീലി ഫോളിംഗ് ബോഡിയും നോൺ യൂണിഫോം ആക്സിലറേറ്റഡിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രൈറ്റ് ലൈനിൽ പോകുന്ന എന്താണ്, ചേഞ്ചിങ് വെലോസിറ്റിയിൽ പോകുന്ന ഒരു കാറിന്റെ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നോൺ യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ ആണ്. ഇനി നമുക്ക് ആക്സിലറേഷന്റെ പ്രോബ്ലത്തിലോട്ട് നോക്കാം. അതിന് മുമ്പ് ആക്സിലറേഷന്റെ ഡെഫിനിഷൻ ഒന്നുകൂടി പറയാം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി, അതായത് ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം, അതാണ് എന്തെന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ യൂണിഫോം മോഷനിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റ്, അതായത് ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി അത് കോൺസ്റ്റന്റ് തന്നെയാണ്, എല്ലാ ടൈം ഇന്റർവെൽസിലും കോൺസ്റ്റന്റ് ആണെങ്കിൽ എന്തായിരിക്കും, അതിന്റെ ആക്സിലറേഷൻ 0 ആയിരിക്കും. ഇനി ഒരു യൂണിഫോം ആക്സിലറേറ്റഡ് ഒരു ഒബ്ജക്റ്റ് യൂണിഫോം ആക്സിലറേറ്റഡ് മോഷനിലാണെന്ന് എപ്പോൾ പറയാമെന്ന് വെച്ചാൽ അതിന്റെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുവാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറയാം, അത് യൂണിഫോം ആക്സിലറേഷനിലാണെന്ന് പറയാം. അല്ലാത്ത കേസ് നമ്മൾ നോൺ യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയാം. ഇനി നമുക്ക് ഈ പ്രോബ്ലത്തിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്, സ്റ്റാർട്ടിംഗ് ഫ്രം എ സ്റ്റേഷനറി പൊസിഷൻ രാഹുൽ pedals his bicycle to attain a velocity of 6 meter per second in 30 seconds. 6 meter per second in 30 seconds. Then he applies brakes such that the velocity of the bicycle comes down to 4 meter per second in the next 5 seconds. Calculate the acceleration of the bicycle starting from a stationary position. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂസ് ഒക്കെ നോട്ട് ഡൗൺ ചെയ്യുക. ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഫ്രം എ സ്റ്റേഷനറി പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇനിഷ്യലി ഒബ്ജക്റ്റ് എന്തിനാണ്, റെസ്റ്റിലാണ്. രാഹുൽ pedals his bicycle to attain a velocity of 6 meter per second in 30 seconds. Then he applies brakes such that the velocity of the bicycle comes down to 4 meter per second in the next 5 seconds. അതായത് റെസ്റ്റിൽ നിന്ന് എന്താണ് വെലോസിറ്റി 6 മീറ്റർ പെർ സെക്കൻഡിൽ എത്തി, 30 സെക്കൻഡ് കൊണ്ട്. ഇനി ആ 6 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് എന്താണ് ബ്രേക്ക് അപ്ലൈ ചെയ്ത് 4 മീറ്റർ പെർ സെക്കൻഡിലോട്ട് എന്ത് ചെയ്തു, വെലോസിറ്റി കുറച്ചു. ആ സമയത്തുള്ള ആക്സിലറേഷൻ ആണ്, ബൈസൈക്കിളിന്റെ ആക്സിലറേഷൻ കണ്ടുപിടിക്കാനാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് കേസ് എടുക്കാം. കേസ് 1 എന്ന് പറഞ്ഞാൽ അത് ഒബ്ജക്റ്റ് എന്തായിരുന്നു, അതായത് റെസ്റ്റിലായിരുന്നു. അപ്പം എന്താണ്, ഇനിഷ്യൽ വെലോസിറ്റി യു എന്തായിരിക്കും, 0 ആയിരിക്കും. എന്താണ്, റെസ്റ്റിലിരിക്കുന്ന ഒബ്ജക്റ്റിന് വെലോസിറ്റി ഉണ്ടോ, ഇല്ല, 0 ആയിരിക്കും. ദെൻ എന്താണ്, 30 സെക്കൻഡ്സിൽ വെലോസിറ്റി 6 മീറ്റർ പെർ സെക്കൻഡ് ആയി എന്നാണ് പറയുന്നത്. എങ്കിൽ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്, 6 മീറ്റർ പെർ
സെക്കൻഡ് ആയി. അതിനെടുത്ത ടൈം എത്രയാണ്? ടി ഈക്വൽ ടു 30 സെക്കൻഡ്സ്. അപ്പൊ നമുക്ക് എന്നിട്ട് എന്താണ് ചോദിച്ചിരിക്കുന്നത്? ആക്സലറേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആക്സലറേഷന്റെ ഇക്വേഷൻ നമുക്കറിയാം, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. അപ്പം ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി. ഫൈനൽ വെലോസിറ്റി v മൈനസ് യു ബൈ ടൈം ടേക്കൺ ടി. v എത്രയാണ്? 6 മൈനസ് 0 മീറ്റർ പെർ സെക്കൻഡ്, അതായത് 6 മീറ്റർ പെർ സെക്കൻഡ് മൈനസ് 0 മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ 30 സെക്കൻഡ്സ്, അതായത് 0.2 എന്ന് കിട്ടും. ഇനി യൂണിറ്റ് എന്തായിരിക്കും? മീറ്റർ പെർ സെക്കൻഡ് ആണ്. മീറ്റർ പെർ സെക്കൻഡ് ബൈ സെക്കൻഡ്. അപ്പൊ എന്തായിരിക്കും? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. 0.2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ആക്സലറേഷന്റെ യൂണിറ്റ് എന്താണെന്ന് കിട്ടി? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എന്ത്? ആക്സലറേഷന്റെ യൂണിറ്റ്. ഇത് അതിന്റെ SI യൂണിറ്റ് ആണ്. ഇനി നമുക്ക് കേസ് 2 നോക്കാം. കേസ് 2 എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്താണ്? 0 6 മീറ്റർ പെർ സെക്കൻഡിൽ എത്തി. ഈ 6 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് എന്താണ്? ബ്രേക്ക് അപ്ലൈ ചെയ്ത് 4 മീറ്റർ പെർ സെക്കൻഡിലോട്ട് വരുവാണ്. അപ്പൊ നമ്മുടെ ഇനിഷ്യൽ വെലോസിറ്റി u എന്ന് പറയുന്നത് 6 മീറ്റർ പെർ സെക്കൻഡിലാണ്. കാരണം ആ കുട്ടി എന്താണ്? 6 മീറ്റർ പെർ സെക്കൻഡിൽ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇനി അത് ബ്രേക്ക് അപ്ലൈ ചെയ്താണ് 4 മീറ്റർ പെർ സെക്കൻഡിലോട്ട് വന്നത്. അപ്പൊ ഫൈനൽ വെലോസിറ്റി എന്താണ്? 4 മീറ്റർ പെർ സെക്കൻഡ്. ഈ 6 ന്ന് 4 അറ്റൈൻ ചെയ്യാൻ എടുത്ത ടൈം എത്രയാണ്? 5 സെക്കൻഡ്സ്. അപ്പൊ ടൈം ടേക്കൺ എന്താണ്? 5 സെക്കൻഡ്സ്. അപ്പൊ ആക്സലറേഷന്റെ ഇക്വേഷൻ എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ടേക്കൺ. ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ 2. ഫൈനൽ വെലോസിറ്റി എത്രയാണ്? 4 മൈനസ് 6 ഡിവൈഡഡ് ബൈ ടൈം 5. ഇതെന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. ഇതെന്താണ്? സെക്കൻഡ്സ്. അപ്പം -2/5 മീറ്റർ പെർ സെക്കൻഡ് ബൈ സെക്കൻഡ്. അപ്പം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. -2/5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. അതാണ് എന്ത്? ആക്സലറേഷൻ. ഇവിടെ ഈ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? അതായത് ഡിസിലറേഷൻ ആണ്. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻക്രീസ് ചെയ്യുന്നു. അതിന്റെ നേരെ തിരിച്ച് ഡിസിലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കൂടിയതിൽ നിന്ന് കുറഞ്ഞു വരുന്നു. ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പം ഹയർ വെലോസിറ്റിയിൽ നിന്ന് ലോവർ വെലോസിറ്റിയിലോട്ടല്ലേ വരുന്നത്. അപ്പം ആ ആക്സലറേഷൻ എന്തായിരിക്കും? അത് നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ടാണ് നെഗറ്റീവ് ഉപയോഗിച്ച് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി നമ്മുടെ സെക്കൻഡ് ടോപ്പിക്കിലോട്ട് പോകാം, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് മോഷൻ. അപ്പോൾ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് മോഷനിൽ രണ്ട് ഗ്രാഫ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഡിസ്റ്റൻസ് ടൈം ഗ്രാഫും വെലോസിറ്റി ടൈം ഗ്രാഫും. അതിനകത്ത് ഫസ്റ്റ് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ്സ് ആണ്. അപ്പം ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈമിന് അനുസരിച്ചുള്ള ആ ഒബ്ജക്റ്റ് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസിനെ ഒരു XY പ്ലോട്ടിൽ നമ്മൾ എന്ത് ചെയ്യാണ്? റെക്കോർഡ് ചെയ്യുകയാണ്. അപ്പം ഈ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിൽ നമ്മൾ എന്ത് എടുത്തേക്കുന്നു? ടൈം എടുത്തേക്കുന്നു, ടൈം ഇൻ മിനിറ്റ്. ആൻഡ് Y ആക്സിൽ നമ്മൾ എന്താണ്? ആ ഒബ്ജക്റ്റ് കവർ ചെയ്ത ഡിസ്റ്റൻസ് ആണ് എന്തായിരിക്കുന്നത്? പ്ലോട്ട് ചെയ്തേക്കുന്നത്. അപ്പം എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് അതിൻ്റെ എന്താണ്? ഫസ്റ്റ് അതിൻ്റെ ഇനിഷ്യൽ പൊസിഷനിൽ ഇരിക്കുവാണ്, റെസ്റ്റിലിരിക്കുവാണ്. അപ്പോൾ ആ സമയത്ത് എന്താണ്? അതിൻ്റെ ടൈം 0th സെക്കൻഡിൽ അല്ലെങ്കിൽ 0th മിനിറ്റിൽ എന്താണ്? അത് റെസ്റ്റിലിരിക്കുവാണ്. ഇനി 10 മിനിറ്റ് കൊണ്ട് അത് കവർ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 കിലോമീറ്റേഴ്സ് ആണ്. 10 മിനിറ്റ് കൊണ്ട് 10 കിലോമീറ്റർ കവർ ചെയ്ത്, അതായത് 10ാമത്തെ മിനിറ്റിൽ അത് കവർ ചെയ്ത ഡിസ്റ്റൻസ് 10 കിലോമീറ്റർ. അപ്പം ഞാൻ 10ന് നേരെ എന്ത് ചെയ്തു? 10ന് നേരെ എന്ത് ചെയ്തു? ഒരു പോയിന്റ് ഇട്ടു. അടുത്തത് 20ാമത്തെ മിനിറ്റിൽ അത് 20 കിലോമീറ്റർ കവർ ചെയ്തു. അപ്പം എന്ത് ചെയ്തു? 20ൽ പോയി. അടുത്ത 30 മിനിറ്റിൽ അത് 30ാമത്തെ മിനിറ്റിൽ അത് 30 കിലോമീറ്റർ കവർ ചെയ്തു. അപ്പം ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാം നമുക്ക് ഇവിടെ എന്താണ് ഇന്റർവൽ എന്ന് പറഞ്ഞാൽ, ടൈം ഇന്റർവൽ എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് ആണ്. ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 10 കിലോമീറ്റർ ആണ്. ഇവിടെ 10 കിലോമീറ്റർ ആണ്. അതായത് എന്താണ്? ടൈം ഇന്റർവെൽ, ഈക്വൽ ടൈം ഇന്റർവെല്ലിൽ അത് കവർ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽ ആണ്. അതായത് എന്താണ്? ഡിസ്റ്റൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടൈം ആണ്. ഡിസ്റ്റൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടൈം ആയതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്? സ്ട്രെയിറ്റ് ലൈൻ കിട്ടിയത്. കാരണം എന്താണ്? ഈക്വൽ ടൈം ഇന്റർവൽസിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പ്ലോട്ട് ചെയ്യുമ്പം എന്തായിരിക്കുള്ളൂ? എപ്പോഴും എന്തായിരിക്കുള്ളൂ? ഒരു സ്ട്രെയിറ്റ് ലൈൻ മാത്രമേ കിട്ടുള്ളൂ. അതായത് എന്താണ്? ഈ ഒബ്ജക്റ്റ് യൂണിഫോം മോഷനിലാണ്. അപ്പോൾ യൂണിഫോം മോഷനിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇനി നമുക്ക് ഈ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിന്റെ ഉപയോഗം എന്താണ്? ഇനി നമുക്ക് എന്തെങ്കിലും പറ്റും? വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും.
ഒന്നാമത്തെ ഉപയോഗം ഇപ്പം എന്താണ്, ഞാൻ ഡിസ്റ്റൻസിന് നേരെ ടൈം പ്ലോട്ട് ചെയ്തപ്പം സ്ട്രേറ്റ് ലൈൻ കിട്ടിയപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായി, ഇത് എന്താണ് ഒരു യൂണിഫോം മോഷനിൽ പോകുന്ന ഒരു ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ആണെന്ന് മനസ്സിലായി. ഇനി എങ്ങനെ നമുക്ക് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിൽ നിന്ന് വെലോസിറ്റി കണ്ടുപിടിക്കാൻ നോക്കാം. ഇനി ഈ ഒബ്ജക്റ്റ് ഡി എന്ന് പറയുന്നത് 40ാമത്തെ മിനിറ്റിലും 50ാമത്തെ മിനിറ്റിലും ഈ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ഡിനോട്ട് ചെയ്തേക്കുന്ന പോയിന്റ്സ് ആണ് ഡിയും ഇയും. ഇനി ഈ ടൈം ഇന്റർവെല്ലിൽ, അതായത് 40 to 50 ആ ടൈം ഇന്റർവെല്ലിൽ ആ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി എത്രയെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് ഗ്രാഫിലോട്ട് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. ആ ഗ്രാഫിൽ നിന്ന് ആ സ്ട്രൈറ്റ് ലൈനിൽ നിന്ന് എന്താണ് വൈ ആക്സിസിലോട്ടും ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. സിമിലർലി 50 മിനിറ്റിൽ നിന്നും സിമിലർലി ചെയ്യുക. അപ്പോൾ നമുക്ക് 2 പോയിന്റ്സ് കിട്ടി, പിയും ക്യൂവും. അപ്പം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ അറിയാം, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ടേക്കൺ. ഡിസ്റ്റൻസ് ബൈ ടൈം ടേക്കൺ. ഇവിടുത്തെ ഡിസ്റ്റൻസ് എത്രയാണ്, പി ക്യൂ, അതായത് ഒ പി മൈനസ് ഒ ക്യൂ. അതാണ് എന്ത് ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. അതുപോലെ ടൈം ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ എന്താണ്, 40നും 50നും ഇടയ്ക്ക്. അപ്പം 50 എന്ന് പറയുമ്പോൾ 0 to 50 ഈ ടൈം ഇന്റർവെല് മൈനസ് 0 to 40 ഈ ടൈം ഇന്റർവൽ. അപ്പം നമുക്ക് ഈ ടൈം ഇന്റർവെലും കിട്ടും, ഈ ഡിസ്റ്റൻസും കിട്ടും. അതാണ് ഒ പി മൈനസ് ഒ ക്യൂ ഡിവൈഡഡ് ബൈ ഒ എസ് മൈനസ് ഒ ആർ. ഇനി ഈ പി എന്ന് പറയുന്ന സമയത്ത് ഡിസ്റ്റൻസ് ഞാൻ S2 എന്നും വിളിച്ചു, ക്യൂ എന്ന സമയത്ത് ഡിസ്റ്റൻസ് ഞാൻ S1 എന്നും വിളിച്ചു. ഈ ടൈമിന് ഞാൻ T1 എന്നും ഈ ടൈമിന് T2 എന്നും വിളിച്ചു കഴിഞ്ഞാൽ S2 മൈനസ് S1 ബൈ T2 മൈനസ് T1. അതായത് T1ലെ പൊസിഷൻ ആയിരുന്നു S1, T2ലെ പൊസിഷനാണ് S2. അതായത് S2 മൈനസ് S1 ബൈ T2 മൈനസ് T1 ചെയ്യുമ്പോൾ നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, അതിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും യൂണിഫോം മോഷനുള്ള ഒരു ഒബ്ജക്റ്റിന്റെ. ഇനി ഒരു റെസ്റ്റിലിരിക്കുന്ന ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് എങ്ങനെ വരുമെന്ന് നോക്കാം. ഇതിൽ തന്നെ നമുക്ക് വരച്ചു നോക്കാം. അതായത് ഇതാണല്ലോ നമ്മുടെ ടൈം ആക്സിസിൽ. റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ 0th പൊസിഷനിൽ എന്തായിരിക്കും, അത് റെസ്റ്റിലാണ്. ഡിസ്പ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ, 0 ആണ്. അടുത്ത 10 മിനിറ്റിൽ അതിന് ഡിസ്പ്ലേസ്മെന്റ് ഒന്നുമില്ല, 0 ആണ്. 20th മിനിറ്റിൽ എന്താണ് അതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പൊ നമുക്ക് ഏത് മിനിറ്റിൽ നോക്കിയാലും 70, 80, 100 ഏത് മിനിറ്റിൽ നോക്കിയാലും നമുക്ക് എന്താ മനസ്സിലാവാൻ പറ്റും, ഡിസ്റ്റൻസ് 0 ആണ്. അപ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഗ്രാഫ് കിട്ടും. ഇതാണ് നമ്മുടെ ഗ്രാഫ്. അതായത് എക്സ് ആക്സിസിനെ കോയിൻസൈഡ് ചെയ്യുന്ന ഒരു ഗ്രാഫ് നമുക്ക് കിട്ടും. അതാണ് ഒരു ഒബ്ജക്റ്റ്, റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ. ഇനി വേറൊരു ഈ എക്സാമ്പിൾ എടുക്കാം. ഈ ഗ്രാഫിന്റെ അർത്ഥം എന്താണ്, 0th സെക്കൻഡില് അല്ലെങ്കിൽ 0th മിനിറ്റിലെ ആ ഒബ്ജക്റ്റ് കവർ ചെയ്ത ഡിസ്റ്റൻസ് 30 ആണെന്ന് വിചാരിക്കാം. അതിനുശേഷം 10ലും 20ലും 30ലും, അതായത് 30ൽ പോയിട്ട് പിന്നെ ആ ഒബ്ജക്റ്റ് എന്താണ് റെസ്റ്റിലിരിക്കുവാണ്. അതായത് ടൈമിനനുസരിച്ച് എന്തില്ല, ഡിസ്റ്റൻസ് ചേഞ്ച് ഇല്ല. അപ്പം ഒരു ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് എക്സ് ആക്സിന് പാരലൽ ആണെന്ന് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ ഒബ്ജക്റ്റ് എന്താണ് റെസ്റ്റിലിരിക്കുവാണ്. അതായത് ഡിസ്റ്റൻസ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഇനി ഇത് നമ്മൾ ഒരു യൂണിഫോം മോഷനിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് കണ്ടു. ഇനി വേറൊരു ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് നോക്കാം. ഇത് വേറെ ടൈപ്പ് ഓഫ് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫാണ്. ഇത് സെയിം ടൈം ഇൻ സെക്കൻഡ്സ് എക്സ് ആക്സിസിലും ഡിസ്റ്റൻസ് ഇൻ മീറ്റേഴ്സ് വൈ ആക്സിസിലും ഡി ഇൻ മീറ്റേഴ്സ് വൈ ആക്സിസിലും പ്ലോട്ട് ചെയ്തേക്കുവാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് പറഞ്ഞാൽ 2ാമത്തെ സെക്കൻഡിൽ ആ ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് ഏകദേശം എന്ന് വരും 2 മീറ്റേഴ്സ് വരും. ഇനി 4ാമത്തെ സെക്കൻഡ്സിലോ ഏകദേശം 7 8 വരും. 6ാമത്തെ സെക്കൻഡിലോ ഏകദേശം 14 വരും. അതായത് ഇവിടെ ടൈം നമുക്ക് നോക്കിയാൽ എന്താണ് ഈക്വൽ ആയിട്ടാണ് നമ്മൾ പ്ലോട്ട് ചെയ്തേക്കുന്നത്. പക്ഷെ ഡിസ്റ്റൻസ് മാറുന്നത് ഈക്വൽ ആയിട്ടാണ്. ഇവിടെ 2 ആണ് വന്നത്, ഇവിടെ ഏകദേശം 8 ആണ് വന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ 6, ഇവിടെ 2, ഇവിടെ 6. അതായത് ഈക്വൽ ടൈം ഇന്റർവൽസിൽ ആ ഒബ്ജക്റ്റ് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഈക്വൽ അല്ല. അപ്പോൾ ആ ഒബ്ജക്റ്റ് എന്തിനാന്ന് പറയാം, നോൺ യൂണിഫോം മോഷനിലാന്ന് പറയാം. അപ്പൊ നമുക്ക് ജസ്റ്റ് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകാൻ പറ്റും ഒബ്ജക്റ്റ് യൂണിഫോം മോഷനിലാണോ നോൺ യൂണിഫോം മോഷനിലാണോ റെസ്റ്റിലാണോ, ഇനിഷ്യലി അതിന്റെ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു പിന്നെ റെസ്റ്റിലായോ. അപ്പൊ നമുക്ക് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് നോക്കി ഇതെല്ലാം എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് മോഷനിൽ നമ്മൾ ഫസ്റ്റ് ടോപ്പിക് കവർ ചെയ്തു, ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ്. ഇനി നമുക്ക് സെക്കൻഡ് ടോപ്പിക് നോക്കാം, വെലോസിറ്റി ടൈം ഗ്രാഫ്സ്. ഇനി വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റിന്റെ വേരിയേഷൻ ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം നമ്മൾ എന്ത് ചെയ്യാണ്, നേരത്തെ ഡിസ്റ്റൻസ് ടൈം പ്ലോട്ട് ചെയ്തതുപോലെ തന്നെ പ്ലോട്ട് ചെയ്ത് കാണിക്കാൻ പോവുകയാണ്. അപ്പം ഇവിടെ നമ്മൾ എക്സ് ആക്സിൽ എന്ത് ചെയ്തു, ടൈം എടുത്തു ഇൻ അവേഴ്സ്, ആൻഡ് വൈ ആക്സിൽ എന്ത് ചെയ്തു, വെലോസിറ്റി ഇൻ കിലോമീറ്റർ പെർ അവർ. അതാണ് നമ്മൾ വൈ ആക്സിസിൽ എടുക്കുന്നത്. അപ്പോൾ ആ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം, അതാണ് വെലോസിറ്റി ടൈം ഗ്രാഫ്സ് എന്ന് പറഞ്ഞാൽ.
ഇനി നമ്മൾ ഫസ്റ്റ് പറഞ്ഞ നമ്മൾ നേരത്തെ ഫസ്റ്റ് പഠിച്ചത് എന്താണ്, യൂണിഫോം മോഷനിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ആയിരുന്നു. അപ്പൊ എന്താണ്, ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈമിൽ ആ ഒബ്ജക്റ്റ് കവർ ചെയ്ത ഡിസ്റ്റൻസ് ഈക്വൽ ഡിസ്റ്റൻസ് ആയിരുന്നു. ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആയിരുന്നു ആ ഒബ്ജക്റ്റ് കവർ ചെയ്തത്. എന്ന് വെച്ചാൽ എന്താണ്, ആ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. അതായത് ഫസ്റ്റ് ഒന്നാമത്തെ അവറിലും രണ്ടാമത്തെ അവറിലും മൂന്നാമത്തെ അവറിലും എപ്പോൾ നോക്കിയാലും എന്താണ്, ആ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി എന്താണ്, സെയിം ആണ്. അതായത് 40 km/h തന്നെയാണ് ആ ഒബ്ജക്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് യൂണിഫോം മോഷനിലുള്ള ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള ഒരു ഗ്രാഫ് കിട്ടും. എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള ഒരു ഗ്രാഫ് കിട്ടും. വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്ങനെ പ്ലോട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലായി. ഇനി വെലോസിറ്റി ടൈം ഗ്രാഫ് ഇപ്പം നമുക്ക് കിട്ടിയ ഗ്രാഫ് യൂണിഫോം മോഷൻ ആയതുകൊണ്ട് നമുക്ക് കിട്ടിയ ഗ്രാഫ് എന്താണ്, എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈനാണ് കിട്ടുന്നത്. ഇനി ഈ കേസിൽ ആക്സലറേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? ആക്സലറേഷൻ നമുക്കറിയാം, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ടേക്കൺ, ടൈം ഇന്റർവൽ ആണ് എന്താ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നിന്ന് 1 മുതൽ 2 വരെയുള്ള ചേഞ്ച് ഇൻ വെലോസിറ്റി എത്രയാണ്? 0 ആണ്. കാരണം 1ലും 40 ആണ്, 2ലും 40 ആണ്. അതുപോലെ 2 to 3, അതായത് വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി 0 ആണ്. അപ്പോൾ ആക്സലറേഷൻ എന്തായിരിക്കും? എപ്പോഴും 0 ആയിരിക്കും. യൂണിഫോം മോഷനിലായിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വെലോസിറ്റി ഉള്ള ഒബ്ജക്റ്റിന്റെ ആക്സലറേഷൻ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി അപ്പോൾ ആക്സലറേഷൻ 0 ആണെന്ന് നമുക്ക് ഗ്രാഫ് നോക്കി മനസ്സിലാക്കാൻ പറ്റി. ഇനി അടുത്ത പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് കവേർഡ് ആണ്. ഈ ഗ്രാഫിൽ നിന്ന് ഈ ഒബ്ജക്റ്റ്, അതായത് ആ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റിയും ടൈമും മാത്രമേ തന്നിട്ടുള്ളൂ. ആ ഗ്രാഫിൽ നിന്ന് ആ ഒബ്ജക്റ്റ് കവർ ചെയ്ത ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഏരിയ അണ്ടർ ദി കർവ്, അതായത് അല്ലെങ്കിൽ ഏരിയ അണ്ടർ ദി സ്ട്രേറ്റ് ലൈൻ. ഈ സ്ട്രേറ്റ് ലൈനിന്റെ അടിയിലുള്ള ഏരിയ ആയിരിക്കും എന്ത്, അതിന്റെ ഡിസ്റ്റൻസ് കവേർഡ്. അതെങ്ങനെ മനസ്സിലായെന്ന് വെച്ചാൽ നമുക്ക് വെലോസിറ്റിയുടെ ഇക്വേഷൻ ഓൾറെഡി അറിയാം, ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പോൾ ആ ഡിസ്റ്റൻസ് ഇപ്പോൾ ഡിസ്റ്റൻസ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം, വെലോസിറ്റി ഇൻറ്റു ടൈം ചെയ്യണം. അപ്പോൾ ഈ ഗ്രാഫിലെ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ നോക്കിയേ, നമുക്ക് റെക്റ്റാങ്കിൾ കിട്ടും. ഈ റെക്റ്റാങ്കിളിൻ്റെ എ ഇൻറ്റു ബി, എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഈ ഡിസ്റ്റൻസ് ആയിരിക്കും. അതെന്താണ്, വെലോസിറ്റി ആണ്. ബി എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആയിരിക്കും. എന്താണ്, അത് ടൈമാണ്. അപ്പം ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ആ ഒബ്ജക്റ്റ് കവർ ചെയ്ത ഡിസ്റ്റൻസ് ആയിരിക്കും. അപ്പം ഇത് നമുക്ക് എത്ര കിട്ടും, 40 km/h വെലോസിറ്റി. വെലോസിറ്റി v = 40 km/h. ഇനി ടൈം ഇന്റർവൽ എന്ന് പറഞ്ഞാൽ എന്താണ്, 2 hour മുതൽ 3 hour വരെ. അപ്പോഴത്തേക്കും എന്താണ് ടൈം ഇന്റർവൽ എന്ന് പറഞ്ഞാൽ 1 hour. ഇനി നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, വെലോസിറ്റി ഇൻറ്റു ടൈം. അതായത് എ ബി ഇൻറ്റു എ സി ചെയ്യണം. എ ബി ഇൻറ്റു എ സി ചെയ്യുമ്പോൾ 40 km/h ഇൻറ്റു അവർ. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 40 km ആണ് ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് കിട്ടി. അതായത് നമുക്ക് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് നോക്കി എന്ത് പറയാൻ പറ്റും, വെലോസിറ്റി ടൈം ഗ്രാഫ് നോക്കി അതിൻ്റെ ഈ ഗ്രാഫിൻ്റെ അടിയിലുള്ള ഏരിയ ആണ് എന്ത്, അതിൻ്റെ ഡിസ്റ്റൻസ് കവേർഡ് എന്ന് പറഞ്ഞാൽ. നേരത്തെ നമ്മൾ കണ്ടത് ഒരു യൂണിഫോം മോഷനിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റ്, അതായത് എന്താണ്, വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിന്റെ ഗ്രാഫാണ്, വെലോസിറ്റി ടൈം ഗ്രാഫാണ് കണ്ടത്. ഇനി ഇവിടെ എന്താണ്, വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നു. അതായത് യൂണിഫോം വെലോസിറ്റി, അതായത് വെലോസിറ്റി ചേഞ്ച് യൂണിഫോം ആണ്. അതായത് ഫസ്റ്റ് ഇത് നമുക്ക് ടൈം ആക്സിസ് ആണ്. ഇൻ അവേഴ്സ് എടുക്കാം. ഇത് നമ്മളുടെ വെലോസിറ്റി km/h. വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയും എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ടൈമുമാണ്. അപ്പോഴത്തേക്കും ഇവിടെ എന്ന് പറഞ്ഞാൽ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈമിൽ ഈക്വൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഉണ്ട്. നേരത്തെ കേസിൽ നമുക്ക് ആക്സലറേഷൻ എന്തായിരുന്നു, 0 ആയിരുന്നു, നോൺ ആക്സലറേറ്റഡ് മോഷൻ ആയിരുന്നു. പക്ഷെ ഇവിടെ എന്താണ്, ചേഞ്ച് ഇൻ വെലോസിറ്റി ഉണ്ട്. അപ്പം ചേഞ്ച് ഇൻ വെലോസിറ്റി ഇപ്പം 0 to 5 വരെ ഈ ടൈം ഇന്റർവെല്ലിലെ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്താണ്, 10 - 0 10 ആണ്. അടുത്ത 10 സെക്കൻഡിൽ എന്താണ്, ഇവിടെ ചേഞ്ച് ഇൻ വെലോസിറ്റി ഉണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് എന്ത് പറയാൻ പറ്റും, 20 - 10. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി ഉള്ളതുകൊണ്ട് ഇത് എന്തായിരിക്കും, ഒരു ആക്സലറേറ്റഡ് മോഷൻ ആയിരിക്കും. അതും ആക്സലറേഷൻ എന്തായിരിക്കും, യൂണിഫോം ആക്സലറേഷൻ ആയിരിക്കും. ഈ ടൈം ഇന്റർവെല്ലിലെ ആക്സലറേഷനും ഈ ടൈം ഇന്റർവെല്ലിലെ ആക്സലറേഷനും എല്ലാം എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതുകൊണ്ട് യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ എന്ന് പറയാം. ഇനി നമ്മൾ നേരത്തെ വെലോസിറ്റി ടൈം ഗ്രാഫിൽ എന്ത് കണ്ടുപിടിച്ചു, ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു. അതുപോലെ ഈ വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ നേരത്തെ എന്താണ്, എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈനായിട്ട് നമുക്ക് എന്താണ് എളുപ്പമായിരുന്നു. ഒരു റെക്റ്റാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടി, ഡിസ്റ്റൻസ് കിട്ടി. ഇനി ഇവിടെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഈ 10 മുതൽ 20 വരെയുള്ള ടൈം ഇന്റർവെല്ലിൽ ആ ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് എന്തായിരുന്നു നമുക്ക് നോക്കാം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്,
നമ്മൾ ആ കർവിൻ്റെ താഴെയുള്ള ഏരിയ, കർവിൻ്റെ എക്സ് ആക്സിസും ആയിട്ടുള്ള ഏരിയ, അതായത് നമ്മൾ എടുത്തത് ഇവിടെയും കർവും എക്സ് ആക്സിസ് ആയിട്ടുള്ള ഏരിയ, അപ്പം ഇത്രയും വരും. ഈ ഏരിയയാണ് എന്ത്, നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. അപ്പം ഈ ഏരിയ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഏരിയ നമുക്ക് കണ്ടിട്ട് എന്തായിട്ട് തോന്നുന്നു, ഒരു ട്രപ്പിസോയിഡിൻ്റെ ഷേപ്പിൽ തോന്നില്ലേ? അതായത് ഈ ലൈനും പാരലാണ്, ഈ ലൈൻ രണ്ട് പാരൽ ലൈൻസിനും പെർപെൻഡിക്കുലർ ആണ്. അപ്പം ഇതെന്താണ്, ഒരു ട്രപ്പിസോയിഡാണ്. അപ്പം ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, ഹാഫ് എച്ച് ഇൻറ്റു എ പ്ലസ് ബി. ഹാഫ് എച്ച് ഇൻറ്റു എ പ്ലസ് ബി ആണ് എന്ത്, ഏരിയ. നമ്മുടെ കേസിലെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഡിസ്റ്റൻസ് ട്രാവൽഡ് ആയിരിക്കും. അപ്പം ഡിസ്റ്റൻസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ടൈം ഇൻ്റർവെല് ടി ഇൻറ്റു ഈ ഡിസ്റ്റൻസ്. ഇപ്പം ഞാൻ ഇതിനെ എ ബി സി ഡി എന്ന് ഡിനോട്ട് ചെയ്താൽ എ സി പ്ലസ് ബി ഡി, എ സി പ്ലസ് ബി ഡി ആണ് എന്ത്, നമ്മളുടെ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഹാഫ് ഇൻറ്റു ടൈം എത്രയാണ്, ഈ ടൈം ഇൻ്റർവെല് 10 hours, 20 minus 10 hours. എ സി ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും, സോറി ഈ വെലോസിറ്റി എത്രയാണ്, എ മുതൽ സി വരെ 20 km/h പ്ലസ് ബി ഡി എത്രയാണ്, ഈ വെലോസിറ്റി 40 km/h. ഇത് രണ്ടും കൂട്ടം നമുക്ക് എത്ര കിട്ടും, 60 ഇൻറ്റു 10 600/2. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 300 കിലോമീറ്റേഴ്സ് എന്ന് കിട്ടിയത്. ഈ ടൈം ഇൻ്റർവെല്ലിൽ ഈ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് നമുക്ക് ഈ വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റി. അതായത് ഏരിയ അണ്ടർ ദിസ് കർവാണ് എന്ത്, അതിൻ്റെ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുന്നത്.